ഏറ്റവും സമാധാനം പകരുന്ന വിധി പ്രസ്താവം എന്നാണ് പെരുമ്പാവൂരിലെ പെൺകുട്ടിയുടെ അമ്മ പ്രതികരിച്ചത്. ഇപ്പോഴാണ് സമാധാനമായതല്ലേ? അതെ. ഏതെങ്കിലും രീതിയിൽ ഭയപ്പെട്ടിരുന്നോ ഈ അപ്പീൽ വരുമ്പോ തള്ളി ഏതെങ്കിലും രീതിയിൽ അയാൾക്ക് അനുകൂലമായിട്ട് വരുമല്ലോ? പുറത്ത് പല ഇതിലും ഇങ്ങനെയൊക്കെ സംസാര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പല തവണയും. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും അപേക്ഷയൊക്കെ എഴുതി കൊണ്ടുവന്നൊക്കെ കൊടുക്കാനായിട്ട് അന്ന് വലിയ കൊറോണയൊക്കെ വന്നാൽ കൊറോണ മാറിയിട്ട് വാന്നൊക്കെ പറഞ്ഞ്. കാരണം ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അന്ന് എത്രയും വേഗം തൂക്കിക്കൊല്ലൂന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ നീണ്ടു പോയതുകൊണ്ട് എന്റെ ഉള്ളിലും ഒരു ചഞ്ചലപ്പൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പിള്ളേരെ ഇങ്ങനെ കൊന്നിട്ട് ഇതുവരെ കേസിന് ഒരു അനക്കമില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അമ്മ തുടക്കത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഈ കേസിന് പിന്നിലൊക്കെ നിന്നതാണ്. ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് നിശബ്ദയാണല്ലോ, ഞങ്ങൾക്കൊന്നും പിടിതരുന്നുമില്ല, എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? അതൊന്നും ഓർത്തിട്ടല്ല. ഞാൻ എന്റെ കൊച്ചിനെ കൊന്നവരെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ അത് എന്നും നടക്കും എന്ന് ഓർത്ത് അത് മാത്രം ഓർത്ത് ചിന്തിച്ചാണ് ഞാൻ നടക്കായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ നിലനിർത്തണ്ടേ, അതിനാണ് നമ്മൾ ഈ എറണാകുളം ഹൈക്കോർട്ടില് ഞാൻ ഈ പിള്ളേരൊക്കെ പൊട്ടിക്കുന്ന ഒരു തരം ഇട്ടാ പൊട്ടിക്കിട്ട് ജോലി അന്വേഷിച്ചെന്ന ജോലി കിട്ടില്ല. കാരണം ആ എഴുത്തുകുത്തുകളും അഡ്രസ്സും കൊച്ചു മരിച്ചതിന് ശേഷം എഴുത്തുകുത്തുകളും അഡ്രസ്സൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ജോലി തരാന്ന് പറയും. ഞാൻ ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന, പിന്നെ പെരുമ്പാവൂര് ലക്ഷ്മി നഴ്സിംഗ് ഹോം ഹോസ്പിറ്റലിൽ 16 വർഷം അറ്റൻഡറായിട്ട് ജോലി ചെയ്തതാ. ഇപ്പൊ എന്ത് ചെയ്യാ? ഇതൊക്കെ ഇപ്പൊ ഞാൻ എറണാകുളത്ത് ഇതുപോലെ ഇട്ടാപ്പൊട്ടി കൊച്ചു കുട്ടികളൊക്കെ പൊട്ടിക്കുന്ന ഇട്ടാപ്പൊട്ടികള്, പിന്നെ മോര് നമ്മുടെ മാർക്കറ്റിൽ തൈര് പോയി എടുത്ത് സംഭാരം ഉണ്ടാക്കി ചൂടുകാലത്ത്. ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ലേ? പെരുമ്പാവൂരിലെ വീട്ടിൽ ഇപ്പൊ പോവാറില്ലേ? വീടില്ലാഞ്ഞിട്ടല്ല, പിന്നെ നമുക്ക് കുടുംബത്തില് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനിയിപ്പോ വേറെ എനിക്ക് മക്കളില്ല, എന്തുണ്ടെങ്കിലും നമ്മള് ഇനിയിപ്പോ എനിക്കൊരു കൊച്ചുള്ളൂ, ദൂരെ നിന്നാലും ഉണ്ടെന്ന് എനിക്ക് കണ്ടു പറയാലോ. അമ്മ ഇപ്പൊ ഈ പ്രോസിക്യൂഷൻ ഇവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരി, അതിനകത്ത് ഒരു പ്രയാസവും ഇല്ലല്ലോ, വളരെ കൃത്യമായി തന്നെയാണ് പ്രോസിക്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തിയത്. നമുക്ക് അത് സംശയിക്കാൻ പാടില്ലല്ലോ, കാരണം നിയമം പോലീസും കോടതിയും ഈ പ്രതിനെ തേടി പിടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ അവര് പറയുന്നതാണ് പ്രതി. അപ്പൊ പിന്നെ നമ്മൾ അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ നിയമം പറയുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും സമാധാനമുള്ള വിധി പ്രസ്താവം എന്നാണ് പെരുമ്പാവൂരിലെ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഇതിനൊപ്പം റിപ്പോർട്ടർ ലേബി സജിന്ദൻ, റിപ്പോർട്ടർ കൊച്ചി.